ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റായ് ലോകമെങ്ങും അറിയപ്പെടുന്ന സിനിമാ സംവിധായകനാണ്. പക്ഷേ അദ്ദേഹം ഒരു നല്ല കഥാകൃത്താണെന്ന കാര്യം പലർക്കും അറിയില്ല. ഡിക്റ്റേറ്റീവ് കഥകളുടെ ആകാംക്ഷയും പിരിമുറുക്കവും നിറയുന്ന അസാധാരണമായ കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ബംഗാളി സാഹിത്യത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയാണ്. കഥയുടെ പേര് ബ്രൗൺ സായിപ്പിൻ്റെ ബംഗ്ലാവ്. ബ്രൗൺ സായിപ്പിൻ്റെ ഡയറി കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകാനുള്ള അവസരം കാക്കുകയായിരുന്നു. ആ അവസരം അപ്രതീക്ഷിതമായി വന്നെത്തുകയും ചെയ്തു. ബാലിഗഞ്ച് വിദ്യാലയത്തിലെ വാർഷിക റീയൂണിയനിൽ വെച്ച് ഞാൻ എൻ്റെ പഴയ സഹപാഠി അനീക് കേന്ദ്ര ഭൗമികിനെ കണ്ടുമുട്ടി. അനീക് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വാ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥലം. എൻ്റെ വീട്ടിൽ ഒരു എക്സ്ട്രാ റൂമുണ്ട്. വരുമല്ലോ. സ്കൂളിൽ അനീക് എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. പിന്നെ സാധാരണ സംഭവിക്കാറുള്ളതുപോലെ സംഭവിച്ചു. ഞങ്ങൾ വെവ്വേറെ കോളേജുകളിൽ ചേർന്നു. പോരാത്തതിന് അവൻ സയൻസ് വിദ്യാർത്ഥി, ഞാനോ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി. ഇരുവരും വിപരീത ദിശകളിൽ സഞ്ചരിച്ചു. ഇടയ്ക്ക് വെച്ച് അവൻ വിദേശത്തേക്ക് പോയി. എന്നിട്ടോ ഞങ്ങളുടെ മൈത്രിക്ക് തടസ്സം നേരിട്ടു. ഇന്ന് ഏകദേശം 12 വർഷം കൂടിയാണ് അവനെ കാണുന്നത്. ഞാൻ ചോദിച്ചു, ഏത് മാസമാണ് വരാൻ നല്ലത്? ഞാൻ വരാൻ തയ്യാർ. എനി ടൈം. ബാംഗ്ലൂരിൽ ചൂട് പതിവില്ല. അതുകൊണ്ടാവും വലിയ ആളുകൾക്ക് അവിടം ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്. നിനക്ക് സൗകര്യമുള്ളപ്പോൾ വരിക. 7 ദിവസം മുമ്പ് വിവരമെഴുതണം. അതാകും സൗകര്യം. ബ്രൗൺ സായിപ്പിൻ്റെ ബംഗ്ലാവ് കാണാൻ ഭാഗ്യമുണ്ടായേക്കും. പക്ഷേ അതിനു മുമ്പായി അദ്ദേഹത്തിൻ്റെ ഡയറി കിട്ടിയാൽ നല്ലതായിരിക്കും. എന്നെ നിങ്ങൾക്ക് ഒരു പുസ്തകപ്പുഴു എന്ന് വിളിക്കാം. ജോലി ബാങ്കിൽ. ശമ്പളത്തിൽ പകുതിയോളം തുക പഴയ പുസ്തകങ്ങൾ വാങ്ങാൻ ചെലവാക്കും. യാത്രാവിവരണം, നായാട്ടുകഥകൾ, ചരിത്രം, ആത്മകഥ, ഡയറി, ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ 5 വർഷം കൊണ്ട് എൻ്റെ പക്കൽ കുന്നുകൂടും. പുഴുക്കൾ തിന്നുന്ന പേജുകളും പഴയ താളുകൾ പോയവയും നിറം നഷ്ടപ്പെട്ട പഴയ പേജുകളും ഇവയുമായി ഞാൻ നല്ല പരിചയത്തിലാണ്. അവ എൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കൾ. പഴയ പുസ്തകങ്ങളുടെ മണവും ഏറെ പ്രിയങ്കരം. പുതുമഴയ്ക്ക് ശേഷം നനഞ്ഞ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധത്തെ അപേക്ഷിച്ച് പഴയ പുസ്തകങ്ങളിൽ നിന്ന് ഉതിരുന്ന ഗന്ധം തന്നെ കേമൻ. ഈ പുസ്തകഗന്ധത്തിൻ്റെ മുമ്പിൽ കസ്തൂരിയുടെയും റോസിൻ്റെയും അഗർബത്തിയുടെയും ഫ്രാൻസിലെ ശ്രേഷ്ഠമായ പെർഫ്യൂമിൻ്റെയും മണം പോലും തോറ്റുപോകും. എനിക്ക് പഴയ പുസ്തകങ്ങൾ വാങ്ങാൻ വലിയ താല്പര്യമാണ്. അങ്ങനെ തിരഞ്ഞപ്പോഴാണ് എനിക്ക് ബ്രൗൺ സായിപ്പിൻ്റെ ഡയറി കിട്ടിയത്. അത് അച്ചടിച്ച പുസ്തകമല്ലായിരുന്നു. അച്ചടിച്ച ഡയറിയും എൻ്റെ പക്കലുണ്ട്. അതാണ് അസൽ ഡയറി. സർബതിൻ്റെ പേന കൊണ്ട് എഴുതിയത്. ചുവന്ന തോലുകൊണ്ട് ഫ്രെയിമിട്ട 350 പേജ് വരുന്ന യഥാർത്ഥ കോപ്പി. 6.5-4 ഇഞ്ച് സൈസ്. ബൈൻഡ് ചെയ്ത 4ഇടത്തും സ്വർണ്ണ നിറത്തിലുള്ള ചിത്രപ്പണികൾ. നടുക്ക് സുവർണാക്ഷരങ്ങളിൽ ഗ്രന്ഥകർത്താവിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, ജോൺ മിഡിൽട്ടൺ ബ്രൗൺ. പുസ്തകം തുറന്നാൽ ആദ്യ പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈയൊപ്പ് കൊടുത്തിരിക്കുന്നു. താഴെയായി മേൽവിലാസവും. എവർഗ്രീൻ ലോഡ്ജ്, ഫ്രേസർ ടൗൺ, ബാംഗ്ലൂർ. താഴെ എഴുതിയ തീയതിയും 1858 ജനുവരി. എന്നുവെച്ചാൽ ഡയറിക്ക് 113 വർഷത്തെ പഴക്കമുണ്ട്. ബ്രൗൺ സായിപ്പിൻ്റെ പേര് മറ്റ് പുസ്തകങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അവയോടൊപ്പം ചുവന്ന ബൈൻഡിങ്ങിൽ പുറത്തിറക്കിയ ഡയറി. പ്രശസ്ത കൃതികളുടെ കൂട്ടത്തിൽ വില കുറവുള്ള പുസ്തകം. ഉടമസ്ഥൻ 20 രൂപ ചോദിച്ചു.
ഞാൻ 10 രൂപ നൽകാൻ തയ്യാറായി. ഒടുവിൽ 12 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ബ്രൗൺ സായിപ്പ് പ്രശസ്തനായൊരു വ്യക്തിയായിരുന്നെങ്കിൽ പുസ്തകത്തിന് 1000 രൂപ വരെ വില കിട്ടുമായിരുന്നു. ഡയറിയിൽ അക്കാലത്തെ ഇന്ത്യയിലെ സായിപ്പുമാരുടെ ദൈനംദിന ചെയ്തികൾ ഒഴിച്ച് മറ്റൊന്നും കാണുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം പറയട്ടെ, ആദ്യത്തെ 100 പേജ് വായിച്ചിട്ടും വിശേഷിച്ചൊന്നും തന്നെ തോന്നിയില്ല. ബ്രൗൺ സായിപ്പ് സ്കൂൾ മാസ്റ്ററായിരുന്നു. ബാംഗ്ലൂരിലെ ഒരു വിദ്യാലയത്തിൽ അധ്യാപകവൃത്തി. അദ്ദേഹം സ്വന്തം കാര്യങ്ങളാണ് ഏറിയ കുറിമെഴുതിയത്. ഇടയ്ക്കിടെ ബാംഗ്ലൂർ ടൗണിന്റെ വർണ്ണനയുമുണ്ട്. ഒരിടത്ത് അക്കാലത്തെ ബ്രിട്ടീഷ് രാജാവിന്റെ ഭാര്യ ലേഡി കാനിങ്ങിന്റെ ബാംഗ്ലൂർ പ്രവേശനത്തിന്റെ വർണ്ണനയും കാണാം. ബാംഗ്ലൂരിലെ പൂക്കളും ചെടികളും വൃക്ഷലതാദികളും അടങ്ങിയ തന്റെ പൂന്തോട്ടത്തെപ്പറ്റിയുള്ള വിവരണവുമുണ്ട്. ഒരു ഭാഗത്ത് സസെക്സിലെ തന്റെ പൈതൃക ഭവനത്തെയും നഷ്ടപ്പെട്ട ബന്ധുക്കളെയും പരാമർശിക്കുന്നുണ്ട്. തന്റെ ഭാര്യ എലിസബത്തിന്റെ കാര്യവും എഴുതിയിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതയായ വ്യക്തി. ഡയറിയിലെ ഏറ്റവും രസകരമായ ഇനം സൈമണിനെപ്പറ്റി കൂടെയുള്ള പരാമർശമാണ്. ഈ സൈമൺ ആരാണ്? അദ്ദേഹത്തിന്റെ മകനോ സഹോദരനോ അതോ അനന്തരവനോ? ഇക്കാര്യം ഡയറിയിൽ പറയുന്നില്ല. സൈമനോട് അദ്ദേഹത്തിനുള്ള ആത്മാർത്ഥത വ്യക്തമായും മനസ്സിലാക്കാമായിരുന്നു. ഡയറിയിൽ സൈമന്റെ ബുദ്ധി, സൈമന്റെ ധൈര്യം, ക്രോധം, അഭിമാനം, കുസൃതി, രസികത്വം തുടങ്ങിയവപ്പറ്റി ഇടയ്ക്കിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സൈമണ് ഇന്ന കസാരയിലിരിക്കാനാണ് താല്പര്യം. ഇന്ന് സൈമന്റെ ആരോഗ്യം ശരിയല്ല. ഇന്ന് പകലെങ്ങും സൈമണിനെ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള മനസ്സിന്റെ വിഷമം. ഇമാതിരി കൊച്ചു കൊച്ചു കാര്യങ്ങളും പറയുന്നുണ്ട്. സൈമന്റെ ഹൃദയഭേദകമായ മരണത്തിന്റെ വിവരണവുമുണ്ട്. ഡിസംബർ 22 വൈകുന്നേരം 7:30 ഇടിവെട്ടേറ്റ് സൈമൺ മരിച്ചു. അടുത്ത ദിവസം രാവിലെ ബ്രൗൺ സായിപ്പിന്റെ പൂന്തോട്ടത്തിലെ ഉണങ്ങിത്തുടങ്ങിയ യൂക്കാലിപ്സ് മരത്തിന് താഴെ സൈമന്റെ ശവം കിട്ടി. പിന്നീട് 1 മാസത്തേക്ക് അതുപോലെ എടുത്തു പറയത്തക്ക സംഭവമൊന്നും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൽ ദുഃഖവും നിരാശയുമല്ലാതെ വേറെ യാതൊന്നുമില്ല. ബ്രൗൺ സായിപ്പ് നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് സൈമന്റെ ആത്മാവിൽ നിന്നും അകന്നു പോകാൻ ഒരുക്കമല്ലായിരുന്നു. ആളിന്റെ ആരോഗ്യവും തെല്ല് വഷളായി. ഇന്നും വിദ്യാലയത്തിലേക്ക് പോയില്ല. ഈ ഒരു പരാമർശം 4-5 ഭാഗത്ത് വായിക്കാം. ലൂക്കാസ് എന്നൊരു ഡോക്ടറുടെ കാര്യവും പറയുന്നുണ്ട്. അദ്ദേഹം ബ്രൗൺ സായിപ്പിന്റെ ദേഹപരിശോധന നടത്തി മരുന്ന് നിശ്ചയിച്ചു. പിന്നീട് പെട്ടെന്ന് നവംബർ 2 ഡയറി ഒരു ആശ്ചര്യജനകമായ സംഭവം വർണ്ണിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്റെ ദൃഷ്ടിയിൽ ഡയറിയുടെ വില വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബ്രൗൺ സായിപ്പ് രോഗവിവരം നീല മഷിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം ചുവന്ന മഷിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം തീരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം വർണ്ണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പരിഭാഷ നൽകുന്നു. ഞാൻ വൈകിട്ട് മനസ്സിനൊന്ന് ശാന്തമാക്കാൻ ലാൽബാഗിലിരിക്കുകയായിരുന്നു, വൃക്ഷലതാദികളോടൊപ്പം. സന്ധ്യയ്ക്ക് 7 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി. ഡ്രോയിങ് റൂമിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ സൈമൺ ഫയർ പ്ലേസിനടുത്ത് തന്റെ പ്രിയപ്പെട്ട ഹൈബാക്ക് കസാരയിൽ ഇരിക്കുന്നു. സൈമൺ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ആൾ. ഞാൻ അദ്ദേഹത്തെ കണ്ട് ആനന്ദത്തിൽ ആറാടി. അദ്ദേഹം സ്നേഹപൂർവ്വം എന്റെ നേരെ നോക്കി. ആ മുറിയിൽ പ്രകാശം കുറവായിരുന്നു. എന്റെ മടിയൻ ഭൃത്യൻ തോമസ് മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടേയില്ല. അതുകൊണ്ട് സൈമനെ ഒന്ന് നന്നായി കാണാനായി ഞാൻ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് കത്തിച്ചു. പക്ഷേ ഇതിനിടയിൽ സൈമൺ അപ്രത്യക്ഷനായി. എനിക്ക് കടുത്ത നിരാശ തോന്നി. പിന്നെ സൈമണിനെ എന്നെങ്കിലും കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ പ്രേതരൂപത്തിലാണെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ വന്നിരുന്നെങ്കിൽ എന്റെ സർവ്വ ദുഃഖവും പമ്പ കടന്നേനെ. സത്യത്തിൽ ഇന്നെനിക്ക് അതിയായ സന്തോഷത്തിന്റെ ദിവസമാണ്. മരിച്ചിട്ടും സൈമൺ എന്നെ മറന്നിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട കസാരയും അദ്ദേഹം മറന്നില്ല. നിങ്ങൾ കൂടെ വരണം സൈമൺ. എന്റെ അപേക്ഷയാണിത്. മറ്റൊന്നും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്രയെങ്കിലും സാധ്യമായാൽ എന്റെ ശേഷജീവിതം ശാന്തമായി കഴിക്കാം. പിന്നീടുള്ള ഡയറി ഭാഗം വായിക്കാൻ കൊള്ളില്ല. അവിടെയെങ്ങും ദുഃഖത്തിന്റെ കണിക പോലുമില്ല.
സൈമണുമായി ബ്രൗൺ സായിപ്പ് എന്നും കൂടിക്കാണുന്നു. സൈമണിന്റെ പ്രേതം സായിപ്പിനെ നിരാശപ്പെടുത്തിയില്ല. ഡയറിയുടെ അവസാന പേജിൽ എഴുതിയിരിക്കുന്നു: എന്നെ സ്നേഹിക്കുന്ന വ്യക്തി മരണശേഷവും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് വലിയ സൗഖ്യം നൽകുന്നു. ഇത്രമാത്രം. പക്ഷേ ഒരു ചോദ്യം ഉദിക്കുന്നു. ബ്രൗൺ സായിപ്പിന്റെ ആ ബംഗ്ലാവ്, ബാംഗ്ലൂരിലെ ഫ്രേസർ ടൗണിലെ എവർഗ്രീൻ ലോഡ്ജ്, ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇപ്പോഴും സന്ധ്യയ്ക്ക് സൈമന്റെ പ്രേതം അവിടെ വരാറുണ്ടോ? ഞാൻ ആ ബംഗ്ലാവിൽ പോയി ഒരു രാത്രി കഴിച്ചാൽ എനിക്ക് സൈമന്റെ പ്രേതത്തെ കാണാൻ കഴിയുമോ? ബാംഗ്ലൂരിലെത്തി ആദ്യ ദിവസം അനീക്കിനോട് ഞാൻ ഇക്കാര്യമൊന്നും പറഞ്ഞില്ല. അവന്റെ അംബാസഡർ കാറിൽ കയറി ബാംഗ്ലൂർ സിറ്റി മുഴുവൻ ഒന്ന് ചുറ്റി. ഫ്രേസർ ടൗണും വിട്ടില്ല ഞങ്ങൾ. ബാംഗ്ലൂർ സത്യത്തിൽ സുന്ദരമായ സ്ഥലമാണ്. അതുകൊണ്ട് ഈ നഗരത്തെപ്പറ്റി മതിപ്പ് പ്രകടിപ്പിക്കാൻ എനിക്ക് തെല്ല് മടിയില്ല. ബാംഗ്ലൂർ സുന്ദരം മാത്രമല്ല, കൽക്കത്തയിൽ നിന്ന് വന്ന് എനിക്ക് ഈ ശാന്തസുന്ദരമായ പട്ടണം ഏതോ അയഥാർത്ഥ സ്വപ്നം പോലെ തോന്നിച്ചു. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. രാവിലെ അനീക്കിന്റെ പൂന്തോട്ടത്തിൽ വർണ്ണരാജിയുടെ താഴെയിരുന്ന് ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ ബ്രൗൺ സായിപ്പിന്റെ കാര്യം ചർച്ചയ്ക്കെടുത്തു. എന്റെ വാക്ക് കേട്ടിട്ട് അവൻ തന്റെ കപ്പ് ചൂരൽ കസാരയിൽ വെച്ചിട്ട് പറഞ്ഞു: രംജൻ, നിങ്ങൾ സൂചിപ്പിച്ച ആ ബംഗ്ലാവ് ഇപ്പോഴും കാണും. 100 വർഷം അത്ര വലിയ കാലാവധി ഒന്നുമല്ല. അവിടെ പോയി പ്രേതത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇക്കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. മറ്റൊന്നും വിചാരിക്കരുത് നീ. ഞാനെന്നും സെന്റിമെന്റലായിട്ടുള്ള ആൾ. പൊതുവെ സുഖവും സന്തോഷവുമായി കഴിയുന്നു. ഇപ്പോൾ നഗരത്തിൽ വലിയ ഉപദ്രവമൊന്നുമില്ല. പ്രേതത്തിന്റെ പിന്നാലെ ഓടാൻ പോകുന്നത് അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്ന പരിപാടിയാകും. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. ക്ഷമിക്കുക. അനീക്കിന്റെ കാര്യം കേട്ട് എനിക്ക് തോന്നി, ഇവൻ 12 വർഷം കൊണ്ട് തെല്ലും മാറിയിട്ടില്ല. വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ അവന്റെ പേടി കുപ്രസിദ്ധമായിരുന്നു. ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിലെ ജയന്തനും ഏതാനും കുസൃതി കൂട്ടുകാരും ഒന്നിച്ചുകൂടി ഒരു വൈകുന്നേരം ബാലിഗഞ്ചിലെ സർക്കുലർ റോഡിലെ റൈഡിംഗ് സ്കൂളിനരികെ ചെന്ന് ആപാദചൂടം വെള്ളവസ്ത്രം ധരിച്ച് അവനെ പേടിപ്പിച്ചു. ഈ സംഭവത്തിനു ശേഷം 2 ദിവസത്തേക്ക് അനീക് വിദ്യാലയത്തിൽ പോയതേയില്ല. മാത്രമല്ല, അവന്റെ അച്ഛൻ ഹെഡ് മാസ്റ്റർ വീരേശ്വർ സാറിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പരാതിപ്പെട്ടു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി അനീക് പെട്ടെന്ന് പറഞ്ഞു: നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടിന് ആളുണ്ടാകും. വരൂ മിസ്റ്റർ ബാനർജി. ഞാൻ തിരിഞ്ഞു നോക്കി. ഏകദേശം 45 വയസ്സുള്ള ഒരു മാന്യൻ അനീക്കിന്റെ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്നു. ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തെത്തി. നല്ല ഒത്ത ദേഹം, ഏതാണ്ട് 6 അടി ഉയരം, കറുത്ത ഹാൻഡ്ലൂം പാൻസും കടും നീല നിറത്തിലുള്ള ടെർലിൻ ബുഷ് ഷർട്ടും, കഴുത്തിൽ കറുപ്പും വെളുപ്പും പുള്ളികളുള്ള പട്ട് മഫളർ. അനീക് പരിചയപ്പെടുത്തി: ഇദ്ദേഹം എന്റെ സുഹൃത്ത് രഞ്ജൻ സെൻഗുപ്ത. ഇത് മിസ്റ്റർ ഋഷികേശ് ബാനർജി. ബാംഗ്ലൂരിലെ ഏതോ എയർക്രാഫ്റ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു ബാനർജി. വർഷങ്ങളായി ബംഗാളിന് പുറത്താണ് അദ്ദേഹത്തിന് ജോലി. തന്മൂലം അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഒരു നോൺ ബംഗാളി ടച്ചുണ്ട്. ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ പ്രയോഗിക്കുന്നുമുണ്ട് ബാനർജി. അനി ജോലിക്കാരനെ വിളിച്ച് 1 കപ്പ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ബ്രൗൺ സായിപ്പിന്റെ ബംഗ്ലാവിന്റെ കാര്യം എടുത്തിട്ടു. അത് കേട്ട് അദ്ദേഹം പൊട്ടി ചിരിച്ചു. ഗോസ്റ്റ്? ഗോസ്റ്റുകൾ? യു സീരിയസ്ലി ബിലീവ് ഇൻ ഗോസ്റ്റ്? ഇക്കാലത്തും ഈ യുഗത്തിലും? ബാനർജിയുടെ ചിരി അവസാനിക്കുന്ന മട്ട് കണ്ടില്ല. നല്ല വെളുത്തുറച്ച പല്ലുകളായിരുന്നു അദ്ദേഹത്തിന്. അനീക് പറഞ്ഞു: എന്തായാലും ശരി മിസ്റ്റർ ബാനർജി, ഗോസ്റ്റ് ആർ നോ ഗോസ്റ്റ്, അങ്ങനൊരു ബംഗ്ലാവുണ്ട്. രഞ്ജൻ ഒരു പ്രത്യേക ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ അദ്ദേഹത്തോടൊപ്പം അവിടെ കുറേ നേരം കഴിക്കാമല്ലോ, ഇല്ലേ? അദ്ദേഹം കൽക്കത്തയിൽ നിന്നും എത്തിയതാണ്. എന്റെ ഗസ്റ്റാണ്. ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തെ തനിച്ചയക്കില്ല. ഇക്കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെന്നാൽ അത് അദ്ദേഹത്തിന് അസൗകര്യമാകും. മിസ്റ്റർ ബാനർജി തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ത്രികോണാകൃതിയിലുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് അതിൽ പുകയില ഞെരടി ഇട്ടുകൊണ്ട് പറഞ്ഞു: എനിക്ക് പരാതിയില്ല.
പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് എനിക്ക്. എൻ്റെ കൂടെ ഞാൻ ഒന്നല്ല, 2 പേരെ കൂട്ടും. ഇത്രയും പറഞ്ഞിട്ട് ബാനർജി ഒരിക്കൽ കൂടി പൊട്ടി ചിരിച്ചു. അതിൻ്റെ ശബ്ദം കേട്ട് അടുത്തുള്ള വൃക്ഷങ്ങളിൽ നിന്നും 4-5 തരം പറവകൾ ചിറകിട്ടടിച്ചുകൊണ്ട് കടന്നുപോയി. അനീക്കിൻ്റെ മുഖം വാടിയെങ്കിലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ബംഗ്ലാവിൻ്റെ പേര് എന്താണെന്നാ പറഞ്ഞത്? ബാനർജി ചോദിച്ചു. എവർഗ്രീൻ ലോഡ്ജ്. ഫ്രേസർ ടൗണിലോ? ഡയറിയിൽ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പൈപ്പിൽ നിന്ന് ഒരു പുകയെടുത്തു. ഫ്രേസർ ടൗണിൽ സായിപ്പുമാരുടെ കുറേ ബംഗ്ലാവുകളുണ്ട്, കോട്ടേജ് ടൈപ്പിൽ. എനിവേ, പോകാൻ തീരുമാനിച്ചെങ്കിൽ എന്തിനു വൈകിക്കുന്നു? ഇന്ന് വൈകുന്നേരമായാലോ? ഇവിടെ നിന്ന് 4 മണിക്ക്. എഞ്ചിനീയർ ആയാലെന്ത്? അദ്ദേഹത്തിൻ്റെ മൂഡ് ശരിക്കും മിലിട്ടറിക്കാരൻ്റെ സായിപ്പിൻ്റെ മട്ടാണ്. വാച്ച് നോക്കി കൃത്യം 4 മണിക്ക് ബാനർജി തൻ്റെ മോറിസ് മൈനർ കാറിലെത്തി. വണ്ടിയിൽ കയറിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, കൂടെ എന്തൊക്കെ കരുതിയിട്ടുണ്ട്? അനീക് സാധനങ്ങളുടെ ലിസ്റ്റ് വിവരിച്ചു. 5 ബാറ്ററിയുള്ള ഒരു ടോർച്ച്, 6 മെഴുകുതിരി, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഒരു വലിയ ഫ്ലാസ്കിൽ ചൂടുകാപ്പി, സാൻഡ്വിച്ചിൻ്റെ ഒരു പാക്കറ്റ്, ഒരു പാക്കറ്റ് ചീട്ട്, താഴെ വിരിക്കാൻ ഒരു ഷീറ്റ്, കൊതുകിനെ അകറ്റാൻ ഒരു ട്യൂബ് ഓഡോമോസ്. വേറെ ആയുധങ്ങൾ വലുതും? ബാനർജി ആരാഞ്ഞു. പ്രേതത്തെ ഏതായുധം കൊണ്ടാ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുക? എന്താ രഞ്ജൻ, നിന്റെ സൈമൺ പ്രേതം എന്താ സോളിഡായിരിക്കുമോ? എന്തെങ്കിലും ആകട്ടെ, മിസ്റ്റർ ബാനർജി കാറിൻ്റെ ഡോർ അടച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൈവശം ഒരു ചെറിയ ആഗ്നേയാസ്ത്രമുണ്ട്. അതുകൊണ്ട് എനിക്ക് സോളിഡും ലിക്വിഡും എന്തായാലും പ്രശ്നമില്ല. വണ്ടി പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ബാനർജി പറഞ്ഞു, എവർഗ്രീൻ ലോഡ്ജിൻ്റെ കാര്യം കാൽപ്പനികമല്ല. ഞാൻ അസ്ത്രപ്രജ്ഞനായി ചോദിച്ചു, നിങ്ങളിതിനകം അതും അന്വേഷിച്ചറിഞ്ഞുവോ? ബാനർജി 2 സൈക്കിൾ സവാരിക്കാരോട് ചേർന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ആം വെരി മെത്തോഡിക്കൽ മാൻ മിസ്റ്റർ സെൻഗുപ്ത. എങ്ങോട്ടാ പോകേണ്ടതെന്ന് നേരത്തെ ചോദിച്ചറിയും. ആ ഭാഗത്താണ് ശ്രീനിവാസ് ദേശ്മുഖ് താമസം. ഞങ്ങൾ ഒന്നിച്ച് ഗോൾഫ് കളിക്കുന്നവർ. അദ്ദേഹവുമായി എനിക്ക് വളരെ നാളത്തെ പരിചയമുണ്ട്. രാവിലെ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അദ്ദേഹം പറഞ്ഞു, എവർഗ്രീൻ എന്നു പേരുള്ള ഒരു ഒറ്റനില കെട്ടിടം ഏതാണ്ട് 50 വർഷമായി അടച്ചുകിടക്കുകയാണ്. വീടിന് പുറത്തായി ഒരു പൂന്തോട്ടമുണ്ട്. 10 വർഷം മുമ്പ് വരെ അവിടെ ആളുകൾ പോകാറുണ്ടായിരുന്നു പിക്നിക്കിന്. പക്ഷേ ഇപ്പോൾ ആരും തന്നെ പോകാറില്ല. ആ വീട് വിജനമായൊരു സ്ഥലത്താണ്. മുമ്പും ദീർഘകാലത്തേക്ക് അവിടെ ആരും വരാറില്ലായിരുന്നു. ആരും ഹണ്ടർ ഹൗസ് എന്ന് വിളിച്ച് കളിയാക്കിയിട്ടില്ല. വീട്ടിലെ ഫർണിച്ചർ വളരെ മുമ്പ് തന്നെ ലേലം ചെയ്തു. അവയിൽ ചിലതൊക്കെ കേണൽ മാർഷലിൻ്റെ വീട്ടിലുണ്ടാകും. അദ്ദേഹം ഒരു റിട്ടയർഡ് ആർമി ഓഫീസറാണ്. ഫ്രേസർ ടൗണിൽ തന്നെ താമസം. എല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് മിസ്റ്റർ സെൻഗുപ്ത, എനിക്ക് തോന്നുന്നത് നമുക്കൊരു പിക്നിക് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അനീക് ചീട്ട് കൊണ്ടുതന്നത് നന്നായി. ബാംഗ്ലൂരിലെ വീതിയും വൃത്തിയുമുള്ള റോഡിൽ കൂടി കടന്നു പോയപ്പോൾ തോന്നി, ഇവിടെ ഭൂതപ്രേതങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. പ്രേതഭവനത്തെപ്പറ്റി ചിന്തിക്കുന്ന തന്നെ മണ്ടത്തരമാണ്. പക്ഷേ പിന്നെയും എനിക്ക് ബ്രൗൺ സാഹിബിൻ്റെ ഡയറിയിലെ കാര്യം ഓർമ്മ വന്നു. ഭ്രാന്തല്ലാതെ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യം തൻ്റെ ഡയറിയിൽ കുറിച്ചു വയ്ക്കുമോ? സൈമന്റെ പ്രേതം ബ്രൗൺ സാഹിബ് തന്നെ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലല്ല, പലവട്ടം. ആ പ്രേതം ഞങ്ങൾക്ക് ഒരു തവണയെങ്കിലും കാണാൻ പറ്റാതെ വരുമോ? ഞാൻ വിദേശത്ത് പോയിട്ടില്ല. പക്ഷേ അവിടെയുള്ള കോട്ടേജുകളിലെ ധാരാളം ചിത്രങ്ങൾ പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. എവർഗ്രീൻ ലോഡ്ജിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങൾ സത്യത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ പഴകിയ ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലാണ് എത്തിയതെന്ന്. വീടിൻ്റെ മുമ്പിൽ തന്നെ പൂന്തോട്ടം കണ്ടു. ഇപ്പോൾ അവിടെ പൂക്കൾക്ക് പകരം പാഴ്ചെടികളാണ് കാണുക. ഒരു ടിക്കറ്റ് ഗേറ്റ് കണ്ടു. അതിൽ കൂടിയേ പൂന്തോട്ടത്തിനകത്ത് കടക്കാൻ പറ്റൂ. അവിടെ ഒരു പലകയിൽ വീട്ടുപേര് എഴുതി വച്ചിരുന്നു. പിക്നിക്കിന് വന്ന ഏതെങ്കിലും രസികന്മാരായിരിക്കും എവർഗ്രീൻ എന്നത് പരിഷ്കരിച്ച് നെവർ ഗ്രീൻ എന്ന് മാറ്റിയത്. ഞങ്ങൾ ഗേറ്റിൽ കൂടി ബംഗ്ലാവിലേക്ക് പോകാൻ ശ്രമിച്ചു. ചുറ്റും അനവധി വൃക്ഷലതാദികൾ കണ്ടു. യൂക്കാലി മരങ്ങൾ ധാരാളം.
ബാക്കിയുള്ള ഒരു മരത്തിൻ്റെയും പേര് എനിക്കറിയില്ലായിരുന്നു. ബാംഗ്ലൂരിലെ കാറ്റിനും വെള്ളത്തിനും ഒരു ശക്തിയുണ്ട്. ഏത് രാജ്യത്തെ മരവും ഇവിടെ വളരും. വീടിന് മുമ്പിലായി ടൈലുകൾ കൊണ്ട് ഒരു പോർട്ടിക്കോ കെട്ടിയിരുന്നു. അതിൻ്റെ തൂണുകളിൽ കൂടി വള്ളിച്ചെടികൾ മുകളിലോട്ട് പടർന്നു കിടക്കുന്നു. പോർട്ടിക്കോയിലെ പല ടൈലുകളും കാണാനില്ലായിരുന്നു. അതിനിടയിൽ കൂടി ആകാശം സ്പഷ്ടമായി കാണാമായിരുന്നു. മുമ്പിലെ കതകിൻ്റെ ഒരു പാളി പൊട്ടി താഴെ കിടക്കുന്നു. വീടിൻ്റെ മുൻവശത്തുള്ള കണ്ണാടിച്ചില്ലുകൾ തകർന്നു പോയിരിക്കുന്നു. ചുവരുകളിൽ പായൽ പിടിച്ചതുകൊണ്ട് ബംഗ്ലാവിൻ്റെ ശരിയായ നിറം എന്തായിരുന്നു എന്ന് പറയുക വിഷമമാണ്. ഞങ്ങൾ ബംഗ്ലാവിനകത്തേക്ക് കടന്നു. അകത്ത് കയറിയ ഉടൻ ഒരു തളം കണ്ടു. പിൻഭാഗത്ത് ഒരു മുറി കണ്ടു. ചുവരുകളിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇടതും വലതും ഓരോ മുറികൾ. വലതുവശത്തേതാണ് വലിയത്. അതാവും സ്വീകരണമുറി. ഒന്നിനും വെടിപ്പില്ല. സൂക്ഷിച്ചു വേണം നടക്കാൻ. ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴും ഒരു ടക് ടക് ശബ്ദം കേൾക്കും. ഞങ്ങൾ മുറിക്കുള്ളിൽ പ്രവേശിച്ചു. വളരെ വലിയ മുറി തന്നെ. ഫർണിച്ചർ ഒന്നുമില്ലാത്തതുകൊണ്ട് കൂടുതൽ ശൂന്യമായി തോന്നിച്ചു. പടിഞ്ഞാറും വടക്കുമായി ജനാലകൾ കാണാം. ഒരു ജനാലയിൽ കൂടി നോക്കിയാൽ പൂന്തോട്ടവും ഗേറ്റും കാണാം. മറുവശത്തെ ജനാലയിൽ കൂടി വൃക്ഷനിരകൾ കാണാം. ഈ മരത്തിന് ഏതിനെങ്കിലും ഇടിവെട്ടിയോ? സൈമൺ അതിൻ്റെ താഴെയാവും നിന്നത്. ഉടൻ തന്നെ ഇടിവെട്ടി ആൾ മരിച്ചുപോയി. ഓർക്കുമ്പോൾ തന്നെ ഒരു കുളിർ കോരിയിടുന്നു. ഞാൻ തെക്ക് വശത്തുള്ള ചുമരിലേക്ക് നോക്കി. അവിടെ ജനാല വെച്ചിരുന്നില്ല. ഇടത് മൂലയ്ക്കായി ഫയർപ്ലേസ് കണ്ടു. ഈ ഫയർപ്ലേസിനടുത്ത് തന്നെയാകും സൈമന്റെ പ്രിയപ്പെട്ട കസാര ഇട്ടിരുന്നത്. മുറിയുടെ സീലിംഗിലേക്ക് നോക്കിയപ്പോൾ അവിടെയാകെ ചിലന്തി വലകളായിരുന്നു. ഒരു കാലത്ത് എവർഗ്രീൻ ലോഡ്ജിന് നല്ല ചന്തമുണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ സ്ഥിതി വളരെ ശോചനീയം തന്നെ. മിസ്റ്റർ ബാനർജി ആദ്യം ലാലാല എന്ന രീതിയിൽ വിദേശി ടൂണിൽ പാടാൻ ശ്രമിച്ചു. അദ്ദേഹം പൈപ്പ് കൊളുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് കളിയാ കളിക്കാനിഷ്ടം? ബ്രിഡ്ജോ ചീട്ടുകളിയോ അതോ റമ്മിയോ? അനീക് തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ താഴെ നിലത്ത് വെച്ചിട്ട് ഷീറ്റ് വിരിച്ച് ഇരിക്കാൻ ഭാവിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു. മറ്റ് ഏതോ മുറിയിൽ ആരോ ഷൂസ് ഇട്ട് നടക്കുന്ന ശബ്ദം. അനീക്കിൻ്റെ നേരെ നോക്കിയാൽ മുഖം ഇപ്പോൾ വിളറി വെളുത്ത്. കാലടി ശബ്ദം കേട്ടത് നിലച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. മിസ്റ്റർ ബാനർജി പെട്ടെന്ന് തൻ്റെ വായിൽ നിന്ന് പൈപ്പ് മാറ്റിയിട്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഈസ് എനിബഡി ദയർ? എന്നിട്ട് ഞങ്ങൾ 3 പേരും തളത്തിലേക്ക് ചെന്നു. അനീക് തൻ്റെ കൈകൊണ്ട് എൻ്റെ കോട്ടിൽ പിടിച്ചിരുന്നു. വീണ്ടും ഷൂസിൻ്റെ ശബ്ദം കേട്ടു. ഞങ്ങൾ പുറത്തെ തളത്തിലെത്തിയപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ഞങ്ങളെ കണ്ടയുടൻ ഞെട്ടി അവിടെ തന്നെ നിന്നു. അയാൾ ഒരു ഇന്ത്യക്കാരനായിരുന്നു. മുഖം താടിയും മീശയും കൊണ്ട് മൂടിയിരുന്നുവെങ്കിലും അത് നല്ല അറിവുള്ള ആളാണെന്ന് തോന്നിച്ചു. അയാൾ പറഞ്ഞു, ഹലോ. എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ അയാൾ തന്നെ ഞങ്ങളുടെ സംശയം പരിഹരിച്ചു. എൻ്റെ പേര് വെങ്കിടേഷ് എന്നാണ്. ഐ ആം എ പെയിൻറ്റർ. നിങ്ങൾ ഈ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥരോ അതോ വിലയ്ക്ക് വാങ്ങാൻ വന്നവരോ? ബാനർജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 2 കൂട്ടരുമല്ല. ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എത്തിയവരാണ്. ഐ സി. ഞാൻ വിചാരിച്ചു ഈ ബംഗ്ലാവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ എൻ്റെ സ്റ്റുഡിയോ ഉണ്ടാക്കിയേനെ. പഴയ ഇടിഞ്ഞു തകർന്ന സ്ഥലമാണെങ്കിലും സാരമില്ല. ഇതിൻ്റെ ഉടമയാരാണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുമുണ്ടോ? അറിയില്ല. ക്ഷമിക്കണം. നിങ്ങൾ കേണൽ മാർഷലിൻ്റെ അടുത്ത് പോയി അന്വേഷിക്കുക. മുമ്പിലുള്ള വഴിയിലൂടെ ഇടതുവശത്തേക്ക് പോവുക. ആകെ കൂടെ 5 മിനിറ്റ് സമയം മതിയാകും. നന്ദി. അത് പറഞ്ഞിട്ട് വെങ്കിടേഷ് അവിടെ നിന്നും നടന്നുപോയി. ഗേറ്റ് തുറക്കലും അടയ്ക്കലും ചെയ്തിട്ട് മിസ്റ്റർ ബാനർജി മുമ്പത്തെ പോലെ ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ സെൻഗുപ്ത, ഈ മനുഷ്യൻ നിങ്ങളുടെ സൈമണോ അതോ അതുപോലുള്ള വല്ല പ്രേതവുമാണോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയം 5:15 ഉള്ളൂ. ഇപ്പോൾ നിങ്ങളെങ്ങനെ പ്രേതം വരുമെന്ന് കണക്കാക്കി? ഈ പോയാൾ പ്രേതമാണെങ്കിൽ കൂടി
19-ാം നൂറ്റാണ്ടിലേതാവില്ല. അതായിരുന്നെങ്കിൽ വേഷം മറ്റൊരു തരത്തിലായേനെ. അപ്പോഴേക്കും ഞങ്ങൾ സ്വീകരണ മുറിയിലെത്തിക്കഴിഞ്ഞു. അനീക് നിലത്ത് വിരിച്ച ഷീറ്റിലിരുന്നു. ഇല്ലാത്ത കാര്യമൊക്കെ ആലോചിച്ചു കൂട്ടിയാൽ നെർവസ്നെസ് കൂടുകയുള്ളൂ. അതിലും ഭേദം നമുക്ക് ചീട്ട് കളിക്കാം. ആദ്യം മെഴുകുതിരി കത്തിച്ചു വയ്ക്കൂ, ബാനർജി പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് നേരം സന്ധ്യയാകും. ഞങ്ങൾ 2 മെഴുകുതിരി താഴെ കത്തിച്ചു വെച്ചു. എന്നിട്ട് ഫ്ലാസ്കിൽ നിന്നും കാപ്പി എടുത്ത് കഴിച്ചു. എൻ്റെ മനസ്സിൽ കുറേ നേരമായി ഉദിച്ച ഒരു സംശയം എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രേതബാധ എന്നെ പിടികൂടിയോ എന്തോ? ബാനർജിയുടെ നേരെ നോക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുവല്ലോ കേണൽ മാർഷൽ ഇവിടുത്തെ ചില ഫർണിച്ചർ വാങ്ങിയെന്ന്. അദ്ദേഹം ഇവിടെ അടുത്തായതുകൊണ്ട് ഒരു കാര്യം ചോദിക്കാമായിരുന്നു. എന്ത്? ബാനർജി ചോദിച്ചു. ഒരു പ്രത്യേക സൈസിലുള്ള ഹൈബാക്ക് ചെയറിനെ പറ്റി. അനീക് അല്പം ക്ഷീണത്തോടെയാണ് പറഞ്ഞത്. പെട്ടെന്ന് ചെയറിനെ പറ്റി ചോദിച്ചത് എന്തറിയാനാണ്? അല്ല, ബ്രൗൺ സാഹിബ് എഴുതിയിരുന്നുവല്ലോ ആ കസാര അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നുവെന്ന്. പ്രേതമായി കഴിഞ്ഞിട്ടും അദ്ദേഹം അതിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഫയർ പ്ലേസിൻ്റെ അടുത്ത് തന്നെ അത് ഇട്ടിരുന്നു. അത് അവിടെ തന്നെ കൊണ്ടുവച്ചാൽ ഒരുപക്ഷേ. അനീക് പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു, നിങ്ങൾ ബാനർജി സാഹിബിൻ്റെ മോറിസ് കാറിൽ ആ കസാര കൊണ്ടുവരുമോ, അതോ നാം 3 പേരും ചേർന്ന് ആ കസാര തോളത്ത് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എന്തു പറ്റി നിങ്ങളുടെ ബുദ്ധിക്ക്? ബാനർജി ഞങ്ങൾ 2 പേരോടും മൗനം പാലിക്കാൻ കൈകൊണ്ട് സൂചിപ്പിച്ചു. കേണൽ മാർഷൽ വാങ്ങിയ സാധനങ്ങളിൽ കസാര ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ആ വീട്ടിൽ സാധാരണ പോകാറുണ്ട്. അവിടെ അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചേനെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം 2 ബുക്ക് ഷെൽഫും 2 ഓയിൽ പെയിൻറ്റിങ്ങും ഏതാനും പൊക്കയും ഷെൽഫ് അലങ്കരിക്കുന്ന മോടി സാധനങ്ങളും, അതിനെ ആർട്ട് ഒബ്ജക്ട്സ് എന്ന് പറയും, അതുമാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എൻ്റെ ഉത്സാഹം കുറഞ്ഞു. ഞാൻ ചീട്ടെടുത്ത് വിളമ്പി. ബാനർജി പറഞ്ഞു, റമ്മി തന്നെയാകട്ടെ, അത് കൊഴുക്കണമെങ്കിൽ പണം വെച്ച് തന്നെ കളിക്കണം. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പില്ലല്ലോ? ഞാൻ പറഞ്ഞു, ഒട്ടുമില്ല. ഒരു കാര്യം ഓർക്കണം, ഞാൻ വെറും ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന്. കൂടുതൽ പണം ഇറക്കാൻ കഴിവില്ലാത്തവൻ. പുറത്ത് വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. ഞങ്ങൾ കളിയിൽ ലയിച്ചിരുന്നു. ചീട്ട് കളിയിൽ ഭാഗ്യം എൻ്റെ കൂടെയാവില്ല. ഇന്നും അങ്ങനെ തന്നെ പറ്റി. അനീക് മനസ്സാ നെർവസാണെന്ന് എനിക്കറിയാം. അയാൾ ജയിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ടിരിക്കാം. പക്ഷേ അതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. ബാനർജിയുടെ പക്ഷത്തായിരുന്നു ഭാഗ്യം. അദ്ദേഹം വിദേശ ട്യൂൺ മൂളിക്കൊണ്ടിരുന്നു. ഓരോ കളിയും ജയിക്കുകയും ചെയ്തു. കളിയുടെ നിശബ്ദതയ്ക്കിടയിൽ എവിടെയോ നിന്ന് ഒരു പൂച്ച കരയുന്ന ശബ്ദം കേട്ടു. അതോടെ എൻ്റെ ഉള്ള ഉത്സാഹവും തണുത്തു. പ്രേതഭവനത്തിൽ പൂച്ചയുടെ ശബ്ദം ശരിയല്ല. ഞാൻ ഇക്കാര്യം ബാനർജിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബട്ട് ഇറ്റ് വാസ് എ ബ്ലാക്ക് ക്യാറ്റ്. ഈ മുറിയിൽ തന്നെ പോയത് ബ്ലാക്ക് ക്യാറ്റ് പ്രേതത്തോടൊപ്പം പോകുന്ന ആളാണ് അല്ലേ? ശരിയല്ലേ? കളി തുടർന്നു. ഇടയ്ക്ക് പേരറിയാത്ത ഒരു പക്ഷിയുടെ കർക്കശ ശബ്ദം കേട്ടു. മറ്റൊരു ശല്യവും തടസ്സവും ഞങ്ങൾക്കുണ്ടായില്ല. മണി 6:30ആയി. പുറത്ത് വെളിച്ചം തീരെയില്ലാതെയായി. നല്ല ചീട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം കളി ജയിച്ചു. പിന്നെ ഒരു തവണ കൂടി റമ്മി കളിച്ചു. അപ്പോൾ എന്തോ ഒരു അസാധാരണ ശബ്ദം കേട്ടു. ആരോ പുറത്തുനിന്ന് വാതിലിൽ മുട്ടുന്നതുപോലെ. ഞങ്ങളുടെ കയ്യിലെ ചീട്ട് താഴെ വീണു. അനീക്കിൻ്റെ മുഖം പെട്ടെന്ന് വാടി. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. പക്ഷേ ബാനർജിക്ക് യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല. പെട്ടെന്ന് അദ്ദേഹം നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ഉറക്കെ അലറി, ഹൂ ഈസ് ഇറ്റ്? വാതിൽക്കൽ വീണ്ടും മുട്ടുകേട്ടു. വിവരമറിയാനായി ബാനർജി വേഗം ചാടി എഴുന്നേറ്റു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചു. ഒറ്റയ്ക്ക് പോകരുത്. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പുറത്തേക്കിറങ്ങി. ഇടതുവശത്ത് ഒരാൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാൾ സൂട്ടിട്ടിരുന്നു. കയ്യിൽ സ്റ്റിക്കുമുണ്ട്. ഇരട്ടത്താളെ തിരിച്ചറിയാൻ തന്നെ വിഷമിച്ചു. അനീക് എൻ്റെ കൈയറ്റത്ത് പിടിച്ചു. ഇത്തവണ കൂടുതൽ ശക്തിയോടെ അയാളുടെ സ്ഥിതി കണ്ടിട്ട്
എനിക്ക് സ്വയം ധൈര്യം വർദ്ധിച്ചതുപോലെ തോന്നി. ഇതിനിടെ ബാനർജി കുറെ മുമ്പോട്ട് നീങ്ങിയിരുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു, ഹലോ ഡോക്ടർ ലാർക്കിൻ, താങ്കൾ ഇവിടെ? ഞാനും പ്രൗഢനായ സായിപ്പിനെ നോക്കി. സ്വർണ്ണ കണ്ണടയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ നീലക്കണ്ണുകൾ മങ്ങിയോ എന്തോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മോറിസ് കാർ വെളിയിൽ കണ്ടു. പിന്നെ ജനാലയിൽ കൂടി മെഴുകുതിരി വെളിച്ചം പുറത്തു കണ്ടു. അപ്പോൾ തോന്നി ഒന്ന് നോക്കാം. ബാനർജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഈ 2 യുവ സുഹൃത്തുക്കൾക്കും ഒരു വല്ലാത്ത അഡ്വഞ്ചർ രസം പിടികൂടി. എവർഗ്രീൻ ബംഗ്ലാവിലിരുന്ന് ചീട്ട് കളിക്കാമെന്ന് നിർദ്ദേശിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ചെറുപ്പത്തിലല്ലേ ഇമാതിരി കീർക്കുകൾ കാട്ടാൻ കഴിയൂ. ഞങ്ങൾ വയസ്സന്മാർ സ്വന്തം വീടുകളിൽ കട്ടിലിരുന്ന് പഴയ കാര്യങ്ങൾ ഓർക്കാം. വെൽ വെൽ, ഹാവ് എ ഗുഡ് ടൈം. ലാർക്കിൻ സായിപ്പ് കൈ ഉയർത്തി ഗുഡ് ബൈ പറഞ്ഞു. എന്നിട്ട് വടി കുത്തിക്കൊണ്ട് നടന്നു. ഞങ്ങൾ പ്രേതത്തെ മറന്നുപോയിരുന്നു. ഇനി എന്താ ചെയ്യുക? ഞങ്ങൾ വീണ്ടും ചീട്ടുകളിയിൽ മുഴുകി. ആദ്യം ഞാൻ ഏകദേശം 4.5 രൂപ നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ അരമണിക്കൂറിൽ കുറെ നഷ്ടം നികത്താൻ കഴിഞ്ഞു. സൈമന്റെ പ്രേതത്തെ കണ്ടില്ലെങ്കിൽ കൂടി ചീട്ടുകളിയിൽ ജയിച്ച് വീട്ടിൽ തിരിച്ചെത്തിയാൽ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി കുറെ ഫലവത്താകും. കൂടെ കൂടെ ഞങ്ങളുടെ ദൃഷ്ടി വാച്ചിലേക്ക് പതിഞ്ഞിരുന്നു. എപ്പോഴാണ് യഥാർത്ഥ സംഭവം നടന്നതെന്ന് എനിക്ക് നിശ്ചയം പോരാ. ബ്രൗൺ സായിപ്പിൻ്റെ ഡയറി അനുസരിച്ച് വൈകുന്നേരം ഈ സമയത്താണ് ഇടിവെട്ടേറ്റ് സൈമൺ നിര്യാതനായത്. ഞാൻ ചീട്ട് വിളമ്പിക്കൊണ്ടിരുന്നു. ബാനർജി തൻ്റെ പൈപ്പ് തീ കൊളുത്തുകയാണ്. അനീക് സാൻഡ്വിച്ച് കഴിക്കാനായി പാക്കറ്റിലേക്ക് കൈവയ്ക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അയാളുടെ കണ്ണിലെ ഭാവം മാറി. ആൾ പുടുന്നനെ അംഗപ്രത്യംഗം ജഡമായി മാറിയതുപോലെ. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വാതിലിന് പുറത്ത് മുറിയിലേക്ക് നട്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരുടെയും ദൃഷ്ടിയും അങ്ങോട്ട് തന്നെയായിരുന്നു. എന്താണോ ഞാൻ കണ്ടത്, അതിൻ്റെ ഫലമായി എൻ്റെ തൊണ്ടയിടറി. ശ്വാസം നിലച്ച പോലെ തോന്നി. വെളിയിൽ തളത്തിലിരുട്ടിൽ 2 തിളങ്ങുന്ന കണ്ണുകൾ ഞങ്ങളെ തന്നെ ഒരേ മട്ടിൽ നോക്കിയിരിക്കുന്നു. മിസ്റ്റർ ബാനർജിയുടെ വലത് കൈ സാവധാനം കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് നീങ്ങി. എൻ്റെ മുമ്പിലും സംഭവം മറ നീക്കി തെളിയുന്ന പോലെ. എൻ്റെ ഉള്ളിലെ സർവ്വഭയവും ഇല്ലാതെയായി. ഞാൻ പറഞ്ഞു, താങ്കളുടെ പിസ്റ്റൾ കൊണ്ട് കാര്യമില്ല, ഇത് ആ കറുത്ത പൂച്ച തന്നെ. എൻ്റെ വാക്ക് കേട്ട് അനീക്കിനും ധൈര്യമായി. ബാനർജി പോക്കറ്റിൽ നിന്ന് കൈയെടുത്തിട്ട് പറഞ്ഞു, ഹോ റെഡിക്കുലസ്. ആ തിളങ്ങുന്ന കണ്ണുകൾ ഞങ്ങളുടെ മുറിയിലേക്ക് വരുന്നത് പോലെ തോന്നി. വാതിൽപ്പടി കടന്ന് മെഴുകുതിരി വെട്ടത്തിൽ ഞാൻ പറഞ്ഞത് സത്യമായി. അത് ആ കറുത്ത പൂച്ച തന്നെയായിരുന്നു. പൂച്ച വേഗം ഇങ്ങോട്ട് തിരിഞ്ഞു. ഞങ്ങളുടെ കണ്ണുകൾ അതിനോടൊപ്പം തിരിഞ്ഞു. അതിനെ പിന്തുടർന്നു. പൊടുന്നനെ ഞങ്ങൾ 3 പേരുടെയും തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. പെട്ടെന്ന് ആശ്ചര്യം തോന്നിയാൽ വരുന്ന അതേ ശബ്ദം. ഞങ്ങൾ ചീട്ടുകളിൽ രസിച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് എങ്ങു നിന്നോ നല്ല ചുവപ്പുള്ള പട്ടിൽ പൊതിഞ്ഞ ഹൈ ബാക്ക് ചെയർ ഫയർ പ്ലേസിനടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അമാവാസി രാവ് പോലെ ഇരുണ്ട രാത്രിയിൽ പൂച്ച സാവധാനം കസാരയുടെ അടുത്തേക്ക് തിരിഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. ഒരു ചാട്ടം ചാടി കസാരയിൽ ചെന്നിരിപ്പായി. അതേ നിമിഷം വിചിത്രമായൊരു ശബ്ദം കേട്ട് ഞാൻ ആകെ പരിഭ്രമിച്ചു. ഏതോ അശരീരി പോലെ ഒരു പ്രായമായ ശബ്ദം കേട്ടു. സൈമൺ, സൈമൺ, സൈമൺ. ഒപ്പം കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചിരിയും കളിയും, കയ്യടി, താളം. ഒരു നിലവിളി കേട്ടു. അനീക് ബോധം കെട്ടു. മിസ്റ്റർ ബാനർജിയോ? അദ്ദേഹം അനീക്കിനെ എടുത്തുകൊണ്ട് തളത്തിലെ വാതിലിനടുത്തെത്തി. എനിക്കും അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ചീട്ടും മെഴുകുതിരിയും ഫ്ലാസ്കും ഷീറ്റും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ഭാഗ്യത്തിന് ബാംഗ്ലൂരിലെ റോഡുകളിൽ ഭാരിച്ച ട്രാഫിക്കില്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുടെ വേഗത്തിൽപ്പെട്ട് എത്രയോ പേർക്ക് മുറിവേറ്റേനെ. അത് പറയാൻ പോലും വയ്യ. അനീക്കിന് വണ്ടിയിൽ വെച്ച് ബോധം തെളിഞ്ഞു. പക്ഷേ അയാളിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. ആദ്യം ശബ്ദം പുറത്തു വന്നത് ബാനർജിയുടെ വായിൽ നിന്നായിരുന്നു. അനീക്കിൻ്റെ വെയിറ്ററുടെ കയ്യിൽ നിന്നും ബ്രാൻഡി ഗ്ലാസ് തട്ടിപ്പറിച്ച്
ഒറ്റ കവളിൽ അര ഗ്ലാസ് അകത്താക്കി. എന്നിട്ട് പറപറ ശബ്ദത്തിൽ മൊഴിഞ്ഞു, സോ സൈമൺ വാസ് എ ക്യാറ്റ്. ഒന്നും പറയാവുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാനും. പക്ഷേ എൻ്റെ മനസ്സ് അത് ഏറ്റുപാടി. യഥാർത്ഥത്തിൽ സൈമൺ ബ്രൗൺ സാഹിബിൻ്റെ ബുദ്ധിമതിയും ആജ്ഞാകാരണിയും അഭിമാനിയുമായ പുന്നാര സൃഷ്ടിയായിരുന്നു. ഏത് സൈമന്റെ മരണം ഇന്നേക്ക് 113 വർഷം മുമ്പ് ഇടിവെട്ടേറ്റ് സംഭവിച്ചുവോ, അദ്ദേഹത്തിൻ്റെ പുന്നാര വളർത്തുമകളായിരുന്നു ആ കറുത്ത പൂച്ച. ബ്രൗൺ സാഹിബിൻ്റെ ബംഗ്ലാവ് എന്ന ഇന്നത്തെ ബംഗാളി കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.